ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഓണത്തിൻ്റെ ഉത്രാട ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഉത്രാട തെങ്ങ് നടുന്ന ദിവസമാണ്. ഉത്രാട ദിവസം നമ്മൾ ഉത്രാട തെങ്ങ് നടും. അപ്പോൾ അതാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ അമ്മയുടെ വീട്ടിലാണ്. ഓണം കൂടാനായിട്ട് വന്നതാണിവിടെ. സോ ഇന്നിവിടെ ഉത്രാട തെങ്ങ് നടുന്നുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഉത്രാട ദിവസം നമ്മുടെ വീട്ടിൽ എത്ര പേരാണോ ഉള്ളത് അത്രയും ആൾക്കാരുടെ എണ്ണം അനുസരിച്ചിട്ട് നമ്മൾ തെങ്ങ് നടും. ഇപ്പോൾ 5 പേരാണെന്നുണ്ടെങ്കിൽ 5 തെങ്ങ് നമ്മൾ നടും, തെങ്ങും തൈ നടും. അപ്പോൾ നമുക്കത് കാണാം. നമ്മളപ്പോൾ ഇന്ന് ഉത്രാടത്തൈ നടാൻ പോവുകയാണ്. ഉത്രാടത്തൈ ആൻറ്റി, എന്താ ഉത്രാടത്തൈയുടെ പ്രത്യേകത എന്താ? നമ്മൾ മലയാളികൾ തൈ വെക്കുന്നത് ഉത്രാട നാളിലാണ്. അത് വെച്ചാൽ പ്രത്യേക ഐശ്വര്യമാണ്, നല്ലതായിട്ട് വളർന്നു വരും. അത് നമ്മുടെ വീട്ടിലുള്ളവർ എല്ലാവരും കൂടെയാണ്, ഓരോരുത്തരും ഓരോ തൈയാണ് വെക്കുന്നത്. ഞാൻ കടയിൽ നിന്ന് തൈ വെക്കാൻ വേണ്ടി വന്നതാണ്. അതെ, നമ്മൾ ഇന്നലെ മേടിച്ചത് കേട്ടോ ഇതൊക്കെ ഉത്രാടത്തിന് വെക്കാൻ വേണ്ടിയിട്ട് അല്ലേ. എല്ലാ വീട്ടിലും ഇപ്പം 5 പേരുണ്ടെങ്കിൽ 5 അംഗങ്ങളും 5 തൈ വീതം നടണം, അങ്ങനെയാണ്. അതെ, നമ്മൾ തെങ്ങ് നടാനുള്ള വളം കൂട്ടുവാണ് കേട്ടോ. ഇതെന്തൊക്കെയാ ചേട്ടാ? ഇതിലെന്തൊക്കെ വളമുണ്ട്? എല്ലുപൊടി മാത്രല്ലേ ഉള്ളൂ? വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് അത് കുഴിയിലേക്ക് ഇടും അല്ലേ? തെങ്ങ് വെക്കുന്ന കുഴിയിലേക്ക്, അതിലേക്ക് ഇട്ടിട്ടാണ് തെങ്ങ് വെക്കുന്നത്. ഈ കുഴിയിലേക്കാണ് കേട്ടോ തെങ്ങ് വെക്കാൻ പോകുന്നത്. വളമല്ലേ ആദ്യം ഇടുന്നേ? ഓക്കെ, അപ്പോൾ വളമല്ല ആദ്യം ഇടുന്നത്. അങ്ങനെ ആദ്യത്തെ തെങ്ങ് വെച്ചിരിക്കുന്നു. അങ്ങനെ നമ്മൾ തെങ്ങ് നട്ടു കേട്ടോ. ഇതാണ് ഉത്രാട തെങ്ങ്. അങ്ങനെ നമ്മളൊരു 6 തെങ്ങ് തൈ മേടിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം നട്ട് കഴിഞ്ഞു.